പാട്ടും ചെറിയ കട്ടനും. ഇത് കഫേ ഒന്നുമല്ല, നമ്മുടെ കുറ്റിച്ചിറ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹല്ലിയുടെ പ്രചരണമാണ്. ഈ പ്രചരണത്തിന് കോൺഗ്രസ് നേതാക്കളായ PK ഫിറോസും VT ബൽറാമും കൂടെയുണ്ട്. അപ്പോൾ എങ്ങനെയാ, കുറ്റിച്ചിറയിൽ ഫുൾ ഫാത്തിമ തരംഗമാണോ? തീർച്ചയായിട്ടും കുറ്റിച്ചിറ UDFന്റെ ഒരു ഉരുക്കുകോട്ടയാണ്. ഇത്തവണ അത് ഒന്നുകൂടെ അരക്കെട്ട് ഉറപ്പിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട ഫാത്തിമ തഹല്ലിയ ഇവിടെ മത്സരിക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, പാട്ടും ചായയുമാണ്. വളരെ വൈവിധ്യങ്ങളുള്ള ഒരു സ്ഥലമാണ് കുറ്റിച്ചിറ. സാംസ്കാരിക വൈവിധ്യങ്ങൾ, സംഗീതം, ഭക്ഷണം, ഈ കുറ്റിച്ചിറയിലെ ഈ പ്രശസ്തമായ കുളം, മിഷ്കാൽ പള്ളി, അങ്ങനെ ഒട്ടേറെ വൈവിധ്യങ്ങൾ. ഇവിടുത്തെ മനുഷ്യരുടെ ഒരു സ്നേഹം, അവരുടെ ആതിഥേയത്വം ഒക്കെ വളരെ ഫേമസ് ആണ്. ഒരു ന്യൂജന് പറ്റിയ പ്രചരണമാണ്. ആ ഒരു എന്താ പറയുക, ഈ ഒരു വൈബാണ് കുറ്റിച്ചിറയുടെ യഥാർത്ഥമുള്ള വൈബ്. അതിൻ്റെ ഒരു നേർചിത്രമാണ് ഈ ഒരു പ്രോഗ്രാമിൽ പോലും കാണുന്നത്. ഇത് തഹ്ലിയുടെ ഓരോ ദിവസത്തെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളും ഈ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രചരണം, ഈ കോഴിക്കോട് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ടത്തിൽ തഹല്ലിയനെ മുന്നിൽ നിർത്തി, അപ്പോൾ വിജയം ഉറപ്പല്ലേ? തീർച്ചയായിട്ടും ആ നിലയിലുള്ള നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ട്. എല്ലായിടത്തും പോസിറ്റീവായിട്ടുള്ള നല്ലൊരു വൈബ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കുറ്റിച്ചിറയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഇതിൻ്റെ ഒരു നൂറ്റാണ്ടുകൾ നീളുന്ന ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു തുടർച്ചയാണല്ലോ. എനിക്ക് തോന്നുന്നു ഈ കോഴിക്കോടിൽ നിന്നല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതലൊരു മൾട്ടി കൾച്ചറൽ, മൾട്ടി എത്നിക് അന്തരീക്ഷമുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് തലമുറകൾക്ക് മുമ്പ് വന്ന് കുടിയേറി പാർത്ത് ഈ കോഴിക്കോടിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി ജനസമൂഹങ്ങളുണ്ട്. ആ ഡൈവേഴ്സിറ്റിയാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ പാട്ടുകളിലൊക്കെ അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു UDF തരംഗം, ഇത്തരത്തിലൊരു ജെൻസി ആൾക്കാരെ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രചരണം, അതിനെങ്ങനെയാണ് കാണുന്നത്? നോക്കൂ, ആ ജനറേഷൻ നല്ല രീതിയിൽ ഇന്ന് UDFനൊപ്പം ഉണ്ട്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. അവർ ബേസിക്കലി അവർ കുറേ കൂടി ട്രൂത്ത്ഫുൾ ആണ്, അവർ ഡെമോക്രാറ്റിക് ആണ്, ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ യോജിക്കാൻ കഴിയുന്നത് UDFനെ പോലത്തെ ഒരു വിശാലമായിട്ടുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിനെയാണ്. അപ്പോൾ ആ നിലയിൽ അവരുടെ നല്ല ഒഴുക്ക് ഇവിടേക്ക് അടക്കം കാണുന്നുണ്ട്.